Module 3, Supply Chain Management. Global Supply Chain Management. Global Supply Chain Management, that is GSCM, is defined as the distribution of goods and services throughout the transnational companies, that is global network, to maximize profit and minimize waste. Then ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ്, ദാറ്റ് മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും എവിടെയാണ് ട്രാൻസ്നാഷണൽ കമ്പനീസ്, അതായത് ഗ്ലോബൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്ലോബലി ട്രാൻസാക്ഷൻസ് നടത്തുന്ന കമ്പനീസിലേക്ക് കൂടി, അതായത് ഇൻ്റർനാഷണൽ കമ്പനീസിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടേമാണ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ദെൻ ടു മാക്സിമൈസ് എന്തൊക്കെയാണ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, ദെൻ മിനിമൈസ് വേസ്റ്റേജ് കുറയ്ക്കുക. ഈ രണ്ട് മോട്ടീവാണ് ഇതിനുള്ളത്. Then essentially global supply chain management is the same as supply chain management, but it focuses on companies and organizations that are transnational. അപ്പോൾ ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് തന്നെയാണ്, പക്ഷേ മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത് ട്രാൻസ്നാഷണൽ കമ്പനീസിനെയാണ്. ട്രാൻസ്നാഷണൽ കമ്പനീസ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ആൻഡ് സർവീസസ് അവർ എവിടെയാണ്? ഇൻ്റർനാഷണൽ ബേസിസിൽ, അതായത് പല കൺട്രീസിലായിട്ടാണ് അവർ നടത്തുന്നത്. ഒരു കൺട്രിയിലല്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പല കൺട്രീസിലേക്ക് അവരുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊഡക്ഷൻ എല്ലാം നടക്കുന്ന കമ്പനീസിനെയാണ് നമ്മൾ ട്രാൻസ്നാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. Then global supply chain management has 6 main areas of concentration: logistics management, competitor orientation, customer orientation, supply chain coordination, supply management and operations management. ഇത്രയും ഏരിയാസിലാണ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, അതായത് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട്, ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൊട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് വരെയുള്ള ആക്ടിവിറ്റീസ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ദെൻ കോമ്പറ്റീറ്റർ ഓറിയൻറ്റേഷൻ, നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബേസിസ് സ്ട്രാറ്റജീസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്ലാനിങ്ങും പ്രോപ്പർ സ്ട്രാറ്റജീസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദെൻ കസ്റ്റമർ ഓറിയൻറ്റേഷൻ, കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് വേണ്ട ആക്ടിവിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ബേസിസ് ഉണ്ട്. ദെൻ സപ്ലൈ ചെയിൻ കോർഡിനേഷൻ, സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. സപ്ലൈ മാനേജ്മെൻറ്റ് ഉണ്ട്. ദെൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷൻ്റെ ഫുൾ ഓപ്പറേഷൻ ഫംഗ്ഷൻസിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഇത് ചെയ്യുന്നത്. ദെൻ these 6 areas of concentration can be divided into 4 main areas. ഇതിനെ നമ്മൾ ഈ പറഞ്ഞ 6 ബേസിസിനെ നമ്മൾ 4 ഏരിയാസായിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണ്: മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓക്കെ. Then successful management of global supply chain also requires complying with various international regulations set by variety of non-governmental organizations. നമ്മൾക്കറിയാം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സാധാരണ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ല, ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്. ഇൻ്റർനാഷണലി വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇൻ്റർനാഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനോട് കംപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ദെൻ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൻ്റെ റൂൾസ് ആവാം, നോൺ ഗവൺമെൻറ്റൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൻ്റെ റൂളാണെങ്കിലും അത് ഫോളോ ചെയ്തിട്ട് വേണം ഇവർ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ. Then global supply chain management can be impacted by several actors who impose policies that regulate certain aspects of supply chain. അപ്പോൾ ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈ പറയുന്ന പല പോളിസീസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച് വേണം ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ദെൻ ഗവൺമെൻറ്റൽ ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് പ്ലേ എ കീ റോൾ ഇൻ ദ ഫീൽഡ് ആസ് ദേ ക്രിയേറ്റ് ആൻഡ് എൻഫോഴ്സ് ലോ ഓർ റെഗുലേഷൻസ് വിത്ത് കമ്പനീസ് മസ്റ്റ് അബൈഡ് ബൈ. ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് മാത്രമല്ല, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും അതിനനുസരിച്ചുള്ള ട്രേഡിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലോസൊക്കെ ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ദെൻ ദിസ് റെഗുലേറ്ററി പോളിസീസ് ഓഫൺ റെഗുലേറ്റ് സോഷ്യൽ ഇഷ്യൂസ് ദാറ്റ് pertains to implementation and operations of global supply chain, that is labor and environmental etc. ദെൻ ഇത് മെയിനായിട്ട് റെഗുലേറ്ററി പോളിസീസ് മെയിനായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ വരുന്ന മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലേബർ ആൻഡ് എൻവയോൺമെൻറ്റ്, അതായത് സോഷ്യൽ ഇഷ്യൂസ് ആയിട്ടുള്ള ലേബർ ആൻഡ് എൻവയോൺമെൻറ്റ് ആണ് മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിലാണ് മെയിനായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോഷ്യൽ ഇഷ്യൂസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള ലോസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. Then these regulatory policies force companies to obey the regulations set in place with often impact a company's profit. Then ഇതിനൊക്കെ അനുസരിച്ച് മാത്രമേ ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു ട്രാൻസ്നാഷണൽ കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. Then next പറയുന്നത് operating and managing the global supply chain comes with several risks. This risk can be divided into 2 main categories. ഫസ്റ്റ് പറയുന്ന റിസ്ക് എന്ന് പറയുന്നത് സപ്ലൈ സൈഡ് റിസ്ക് ആണ്. Then next ഡിമാൻഡ് സൈഡ് റിസ്ക്. അപ്പോൾ സപ്ലൈ സൈഡ് റിസ്ക് എന്താണെന്ന് നോക്കാം. Supply side risk is a category that includes a risk accompanied by the availability of raw materials which affects the ability of company to satisfy customer demands. അപ്പോൾ സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ സപ്ലൈ സൈഡ് റിസ്ക് എന്ന് പറയുന്നത്
നമ്മൾക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് വരുന്ന ബേസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് സപ്ലൈ സൈഡ് റിസ്ക് എന്ന് പറയുന്നത്. നമ്മൾക്ക് റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റാത്ത വരുന്ന സമയത്താണ് സപ്ലൈ സൈഡ് റിസ്ക് നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡിമാൻഡ് സൈഡ് റിസ്ക്. It is a category that includes a risk that pertain to the availability of finished product. അപ്പോൾ ഡിമാൻഡ് സൈഡ് റിസ്ക് എന്ന് പറയുമ്പോൾ അത് കസ്റ്റമർ സൈഡ് റിസ്ക് ആണ്. ഓക്കെ, സപ്ലൈ സൈഡ് റിസ്ക് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് കമ്പനീസിനെയാണ് നമ്മൾ നോക്കുക. ഇവിടെ ഡിമാൻഡ് സൈഡ് റിസ്ക് എന്ന് പറയുമ്പോൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയിൽ ഉണ്ടാകുന്ന റിസ്ക് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അവൈലബിൾ അല്ലാത്ത കണ്ടീഷൻസിൽ വരുന്ന റിസ്കുകളെയാണ് ഡിമാൻഡ് സൈഡ് റിസ്ക് എന്ന് പറയുന്നത്. അത് കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണത് കറക്റ്റ് ആവുക. That means, depending on the supply chain, a manager may choose to minimize or take on this risk. Successful global supply chain management occurs after implementing the appropriate framework for concentration, complying with international regulations set by governments and non-governmental organizations, and recognize and appropriately handling the risk involved while maximizing profit and minimizing waste. ദെൻ ഈ പറയുന്ന സപ്ലൈ സൈഡ് റിസ്ക്കും ഡിമാൻഡ് സൈഡ് റിസ്ക്കും ഇത് വരാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ഇഷ്യൂസിനെ റെഗുലേറ്റ് ചെയ്യാനും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനുമുള്ള ഗവൺമെൻറ്റൽ ആൻഡ് നോൺ ഗവൺമെൻറ്റൽ റെഗുലേഷൻസിനോട് കംപ്ലൈ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. ദെൻ ഹാൻഡ്ലിങ് ദ റിസ്ക് ഇൻവോൾവ് ഇൻ മാക്സിമൈസിങ് പ്രോഫിറ്റ്. നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെൻട്രേഷനോട് കൂടി അല്ലെങ്കിൽ അതുപോലെ തന്നെ വേസ്റ്റ് മിനിമൈസേഷൻ ഇത് രണ്ടും മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന മറ്റുള്ള റിസ്കുകളെ ഹാൻഡിൽ ചെയ്യുകയും കൂടെ ഈ ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കമ്പോണൻറ്റ്സ് ഓഫ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ സിസ്റ്റം. A global supply chain is made up of interrelated organizations, resources, and processes that create and deliver products and services to the end customers. In the instance of global supply chain, it is extended around the world. അപ്പോൾ ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ട്രാൻസ്നാഷണൽ കമ്പനീസായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അതായത് വേൾഡിൽ ഫുള്ള് വരുന്ന സപ്ലൈ സൈഡാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് കസ്റ്റമർ സൈഡിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു റൂട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും ഇൻ്റർ റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസും റിസോഴ്സസുകളും പ്രോസസ്സുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സപ്ലൈ ചെയിൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ദെൻ കമ്പോണൻറ്റ്സ് ഓഫ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ സിസ്റ്റംസ് ഇൻക്ലൂഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇൻ്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആണ്. മാനുഫാക്ചറേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഡൊമസ്റ്റിക്കലി മാനുഫാക്ചർ ചെയ്യും. ദെൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓവർസീസ് അതായത് ഫോറിൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ആണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അതാണ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഡിസ്ട്രിബ്യൂഷൻ ഇൻ്റർനാഷണലി ആണ്, പക്ഷേ മാനുഫാക്ചറിങ് ഡൊമസ്റ്റിക്കലി അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ഏതാണോ അല്ലെങ്കിൽ നമ്മളുടെ ആ മാനുഫാക്ചറിങ് കമ്പനി സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു രാജ്യം ഏതാണോ അവിടെ ആയിരിക്കും അവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് പല കമ്പനീസ് അല്ലെങ്കിൽ പല കൺട്രീസിലേക്കായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ സപ്ലൈസ്. ഇൻ്റർനാഷണൽ സപ്ലൈയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അവിടെ റോ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ്സ് ദാറ്റ് ഈസ് ഫോറിൻ സപ്ലൈസ്, ദെൻ ഫൈനൽ അസംബ്ലി, മാനുഫാക്ചറിങ് ഡൊമസ്റ്റിക്കലി. ഇവിടെ റോ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ് പാർട്സ് ഇതെല്ലാം ഫോറിൻ സപ്ലയേഴ്സിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് മാനുഫാക്ചർ ചെയ്യുന്നത് ഡൊമസ്റ്റിക്കലി ആണ്. അതായത് നമ്മളുടെ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളുടെ കൺട്രി ഏതാണോ മാനുഫാക്ചറിങ് ഫേം എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ആ കൺട്രിയിൽ മാനുഫാക്ചറിങ് നടത്തുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസും കമ്പോണൻറ്റ് പാർട്സും നമ്മൾ എടുക്കുന്നത് ഇൻ്റർനാഷണലി ആണ് അല്ലെങ്കിൽ പല വേറെ കൺട്രീസിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഇൻ്റർനാഷണൽ സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾക്ക് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് വേൾഡിലുള്ള പല ഏജൻസീസാണ് അല്ലെങ്കിൽ പല കൺട്രീസിൽ നിന്നുള്ള റോ മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഓഫ് ഷോർ മാനുഫാക്ചറിങ്. എ പ്രൊഡക്റ്റ് ഈസ് സോഴ്സ്ഡ് ആൻഡ് മാനുഫാക്ചർഡ് ഇൻ സിംഗിൾ ഫോറിൻ ലൊക്കേഷൻ, ദെൻ ഷിപ്ഡ് ബാക്ക് ടു ഡൊമസ്റ്റിക് വെയർഹൗസ് ഫോർ സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ അവിടെ നമ്മൾ ഇൻ്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് അത് നടത്തുന്നത് ഫോറിൻ ലൊക്കേഷനിലാണ്. ഓക്കെ, പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ഫോറിൻ കൺട്രീസിലാണ്. ദെൻ ഷിപ്ഡ് ബാക്ക് ടു ഡൊമസ്റ്റിക് വെയർഹൗസസ് ടു സെയിൽ. സെയിൽ ചെയ്യുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഡൊമസ്റ്റിക് കൺട്രിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഓഫ് ഷോർ മാനുഫാക്ചറിങ്. പുറത്ത് നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മളുടെ ഓൺ കൺട്രി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺട്രിയിൽ സെയിൽ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ. പ്രോഡക്ട്സ് ആർ സപ്ലൈഡ്, മാനുഫാക്ചർഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രം ഫാക്ടറീസ് ലൊക്കേറ്റഡ് ത്രൂ ഔട്ട് ദ വേൾഡ്. ഇത് വേൾഡിൽ എവിടെ നിന്നും ആവാം,
ഓക്കെ, ഒരു വേൾഡിൽ എവിടെ നിന്നും എവിടെയും ഡിസ്ട്രിബ്യൂഷൻ നടക്കാം, പല സ്ഥലങ്ങളിൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കാം, പല സ്ഥലങ്ങളിൽ മാനുഫാക്ചറിങ് നടക്കാം. അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ ഡൊമസ്റ്റിക്കലി ആയിരിക്കാം, ചിലപ്പോൾ വേൾഡിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആവാം. ഓക്കെ, അതിലങ്ങനെ കൺട്രീസിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഒരു വേൾഡിലെ ഏത് കൺട്രിയിലും അല്ലെങ്കിൽ ഏതൊരു പ്ലേസിലും നമ്മൾക്ക് മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷനും പ്രോഡക്ട്സ് സപ്ലൈയും എല്ലാം നടത്താം. ഓക്കെ, അതാണ് ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റിസ്ക് ഇൻ സപ്ലൈ ചെയിൻ. എന്തൊക്കെ റിസ്ക്കുകളാണ് സപ്ലൈ ചെയിനിൽ വരുന്നത്? ഫസ്റ്റ് 2 ടൈപ്സ് ഓഫ് റിസ്ക്കുകളാണ് ഇവിടെ പറയുന്നത്. എക്സ്റ്റേണൽ റിസ്ക് ആൻഡ് ഇൻറ്റേർണൽ റിസ്ക്. എക്സ്റ്റേണൽ റിസ്ക് ദോസ് ആർ ഔട്ട്സൈഡ് ഓഫ് കൺട്രോൾ. എക്സ്റ്റേണൽ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് എക്സ്റ്റേണലി വരുന്ന റിസ്ക്കുകൾ. ഇൻറ്റേർണൽ റിസ്ക് എന്ന് പറയുമ്പോൾ വിത്തിൻ ദ കൺട്രോൾ, കാരണം നമ്മുടെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ ഉള്ളിൽ വരുന്ന റിസ്ക്കുകളാണ്. സോ നമ്മൾക്കതിനെ കൺട്രോൾ ചെയ്യാം. പക്ഷേ എക്സ്റ്റേണൽ റിസ്ക്കുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ അപ്പോൾ എക്സ്റ്റേണൽ സപ്ലൈ ചെയിൻ റിസ്ക് എന്താണെന്ന് നോക്കാം. External risk can be driven by events either upstream or downstream in the supply chain. The 5 main types of external risk are. അപ്പോൾ എക്സ്റ്റേണൽ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ ചെയിനിൽ അപ്സ്ട്രീം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിലാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിനെ താഴേക്കാക്കുകയും ചെയ്യാം. ഇത് രണ്ടും ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് റിസ്ക്കുകളാണ് എക്സ്റ്റേണൽ റിസ്ക് എന്ന് പറയുന്നത്. 5 ടൈപ്സിലാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഡിമാൻഡ് റിസ്ക്, കോസ്ഡ് ബൈ അൺപ്രഡിക്റ്റബിൾ ഓർ മിസ്അണ്ടർസ്റ്റുഡ് കസ്റ്റമർ ഓർ എൻ കസ്റ്റമർ ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് സൈഡ് റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന റിസ്ക്, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കണമെന്നില്ല, അല്ലേ? മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കസ്റ്റമർ ഡിമാൻഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്റ്റോക്ക് കൂടുതൽ വെക്കേണ്ടി വരും. ആ സ്റ്റോക്ക് പക്ഷേ നമ്മൾ മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഫോർകാസ്റ്റ് തെറ്റായ രീതിയിലാണ്, ഡിമാൻഡ് ഫോർകാസ്റ്റ് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പ്രോഡക്റ്റ് വേസ്റ്റേജ് ആയിട്ട് അവിടെ ഇരിക്കും, അതുപോലെ തന്നെ അത് ഡാമേജ് ആയി പോവുകയും ചെയ്യും. സോ ഡിമാൻഡ് റിസ്ക് എന്ന് പറയുന്നത് അതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഡിമാൻഡ് കൊണ്ട് നമ്മൾക്ക് ഡിമാൻഡ് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ഡിമാൻഡ് കറക്റ്റ് ആയിരുന്നില്ല, അങ്ങനെയുള്ള ടൈമിൽ വരുന്ന റിസ്ക്കുകളാണ് ഡിമാൻഡ് റിസ്ക്. Then supply risk, caused by any interruptions to the flow of product, whether raw materials or parts within our supply chain. നമ്മൾക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ടൈമിൽ നമ്മളുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾക്ക് കിട്ടിയില്ല, അങ്ങനെ വരുമ്പോൾ വരുന്ന റിസ്ക്കാണ്. അല്ലെങ്കിൽ പ്രോഡക്റ്റ് കറക്റ്റ് ടൈമിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ വരുന്ന റിസ്ക്കാണ് സപ്ലൈ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എൻവയോൺമെൻറ്റൽ റിസ്ക്. എൻവയോൺമെൻറ്റൽ റിസ്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് എൻവയോൺമെൻറ്റൽ കലാമിറ്റീസ് അല്ലെങ്കിൽ എന്താണ് ക്ലൈമറ്റ് ഫാക്ടേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ ടെററിസം, അതുപോലെ തന്നെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഗവൺമെൻറ്റൽ റൂൾസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഓക്കെ, ഇതെല്ലാം മൂലം ഉണ്ടാകുന്ന റിസ്ക്കാണ് എൻവയോൺമെൻറ്റൽ റിസ്ക്. നെക്സ്റ്റ് ആണ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് is caused by factors such as a supplier's financial or management stability, then or purchase and sale of supplier companies etc. ബിസിനസ് സൈഡ് റിസ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ളത് സപ്ലയറിൻ്റെ, നമുക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റ് സ്റ്റെബിലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമുക്ക് കറക്റ്റ് രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്റ്റേബിളാക്കി നിർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ സപ്ലയർ കമ്പനീസിനെ പർച്ചേസ് ആൻഡ് സെയിൽ ചെയ്യുന്ന സമയത്ത് വരുന്ന റിസ്ക്കുകൾ, ഓക്കെ, ഇതിലൂടെ ഉണ്ടാകുന്ന റിസ്ക്കുകളാണ് ബിസിനസ് റിസ്ക്, നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന റിസ്ക്കുകളാണ്. Then physical plant risk, caused by the conditions of suppliers, physical facility and regulatory compliance. Then physical plant risk എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് വേണ്ട ഫെസിലിറ്റീസ് ഇല്ലാതെ വരുമ്പോൾ ഉള്ള റിസ്ക്. ദെൻ അതുപോലെ തന്നെ അത് സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ലാതെ വരുമ്പോൾ ഉള്ള റിസ്ക്. ദെൻ റെഗുലേറ്ററി കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച് അല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ വരുന്ന റിസ്ക്. ഇത്രയുമാണ് ഫിസിക്കൽ പ്ലാന്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇൻറ്റേർണൽ സപ്ലൈ ചെയിൻ റിസ്ക്കുകൾ. പ്രൊവൈഡ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മിറ്റിഗേഷൻ കോസസ് ദേ ആർ വിത്തിൻ ദ കൺട്രോൾ ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ കൺട്രോളിലുള്ള റിസ്ക്കുകളാണ് ഇൻറ്റേർണൽ റിസ്ക് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് മാനുഫാക്ചറിങ് റിസ്ക്, കോസ്ഡ് ബൈ ഡിസ്റപ്ഷൻസ് ഓഫ് ഇൻറ്റേർണൽ ഓപ്പറേഷൻസ് ആൻഡ് പ്രോസസ്സസ്. നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്ന ചേഞ്ചസ് വഴി ഉണ്ടാകുന്ന റിസ്ക്കുകളാണ് മാനുഫാക്ചറിങ് റിസ്ക്. Then business risk caused by changes in key personnel management, then reporting structures or business processes such as way purchases communicate to suppliers and customers. അപ്പോൾ ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോൾ ബിസിനസ് റിലേറ്റഡ് ആണ്. നമ്മളുടെ കീ പേഴ്സണലിൽ നമ്മൾ മാനേജ്മെൻറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ കീ പേഴ്സണലിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ വരുമ്പോൾ ആ ഒരു ഡിഫറൻസിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളുടെ പെട്ടെന്നൊരു
ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളെ പെട്ടെന്ന് മാറ്റിയിട്ട് ഒരു പുതിയ ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരാൻ ടൈം എടുക്കും. അപ്പോൾ അതിൽ വരുന്ന റിസ്ക്കുകൾ, ദെൻ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ്സിൽ വരുന്ന റിസ്ക്കുകൾ, ദെൻ സപ്ലയേഴ്സുമായിട്ടും കസ്റ്റമേഴ്സായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ചേഞ്ചസിൽ ഉണ്ടാകുന്ന റിസ്ക്കുകളൊക്കെയാണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന റിസ്ക്കുകൾ. Then planning and control risk caused by inadequate assessment and planning which amount to ineffective management. Then നമ്മളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിലും അതുപോലെ തന്നെ നമ്മളുടെ ഫോർകാസ്റ്റിലും ഉണ്ടാകുന്ന ചേഞ്ചസ് വഴി ഉണ്ടാകുന്ന റിസ്ക്കുകളാണ് ഇത്. അതിലൂടെ നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് ഇന്നെഫക്റ്റീവായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മിറ്റിഗേഷൻ ആൻഡ് കണ്ടിൻജൻസി റിസ്ക് കോസ്ഡ് ബൈ നോട്ട് പുട്ടിംഗ് കണ്ടിൻജൻസീസ് ഓർ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഇൻ പ്ലേസ് കേസ് സം ഗോസ് റോങ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാൻ മാത്രമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അല്ലെങ്കിൽ ആ പ്ലാൻ നമ്മൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു റിസ്ക് നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് ഇപ്പോൾ ഒരു സൊല്യൂഷൻ, നമ്മളൊരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇൻ കേസ് വർക്കൗട്ട് ആയില്ലെങ്കിൽ നമ്മൾക്ക് എക്സ്ട്രാ ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ ഉള്ള റിസ്ക്കാണ് മിറ്റിഗേഷൻ റിസ്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് കൾച്ചറൽ റിസ്ക് കോസ്ഡ് ബൈ എ ബിസിനസ് കൾച്ചറൽ ടെൻഡൻസി ടു ഹൈഡ് ഓർ ഡിലേ നെഗറ്റീവ് ഇൻഫർമേഷൻ. കൾച്ചറൽ റിസ്ക് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, മെയിനായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടെൻഡൻസി ഉള്ള കമ്പനീസ് ഉണ്ടാവാം. അവരുടെ നെഗറ്റീവ് ഇൻഫർമേഷൻ പുറത്തുവിടാൻ താല്പര്യമില്ലാത്ത കമ്പനീസ് ഉണ്ടാവാം. പക്ഷേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നടത്തുന്ന കമ്പനീസിനാണ് കസ്റ്റമേഴ്സിന് എപ്പോഴും കുറച്ചുകൂടെ ലോയലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ഇൻഫർമേഷൻ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നത് ഒരു കൾച്ചറൽ റിസ്ക് ആണ്. ദെൻ സച്ച് കമ്പനീസ് ആർ ജനറലി സ്ലോവർ ടു റിയാക്ട് വെൻ ഇമ്പാക്റ്റഡ് ബൈ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്. അങ്ങനെയുള്ള കമ്പനികൾക്ക് പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് നമ്മളുടെ നെഗറ്റീവ് ഇൻഫർമേഷൻ നെഗറ്റീവ് തന്നെയായിട്ട് എപ്പോഴും പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാനായിട്ട്, ഇപ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിലും അതുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇൻ കേസ് നമ്മൾ അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള കമ്പനീസ് ആണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഇതുപോലെ നെഗറ്റിവിറ്റി വന്നാലും നമ്മൾക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു ഇമ്പാക്റ്റ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഇവൻറ്റ് നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റിയെന്ന് വരില്ല. ഓക്കെ, അങ്ങനെ വരുന്ന റിസ്ക്കാണ് കൾച്ചറൽ റിസ്ക് എന്ന് പറയുന്നത്. ഇത്രയും റിസ്ക്കുകളാണ് ഇൻറ്റേർണൽ റിസ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. താങ്ക് യു.